നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. മെമ്മറി കാർഡും പെൻഡ്രൈവും രജിസ്ട്രാർക്ക് മുദ്രവെച്ച കവറിൽ കൈമാറണം. മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും ഹാജരാക്കാൻ ജസ്റ്റിസ് CS ഡയസിന്റേതാണ് നിർദ്ദേശം. മെമ്മറി കാർഡും പെൻഡ്രൈവും സെഷൻസ് കോടതി ഹൈക്കോടതി രജിസ്ട്രാർക്ക് സീൽഡ് കവറിൽ കൈമാറണം. ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ ഈ മെമ്മറി കാർഡും പെൻഡ്രൈവും ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ ഹാജരാക്കണം. അതിജീവിതയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നടപടി. അതിജീവിതയുടെ ആവശ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതോടൊപ്പം SIT അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നടിയുടെ ഹർജിയിൽ സർക്കാർ ഹൈക്കോടതിയിൽ 1 മാസത്തിനുള്ളിൽ നിലപാടറിയിക്കുകയും വേണം. നേരത്തെ 2 ജഡ്ജിമാർ അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ചോർന്നതിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ സൈബർ വിദഗ്ധനടങ്ങുന്ന SIT രൂപീകരിച്ച് പുനരന്വേഷണം നടത്തണം. കേസ് അട്ടിമറിച്ചതിലും അന്വേഷണം വേണം. മുൻ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം എന്നിങ്ങനെയാണ് ഹർജിയിലെ മറ്റാവശ്യങ്ങൾ. 2018-ൽ 2 തവണയും 2021-ലും കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ നടി കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചെന്നായിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ട്. ജനം, കൊച്ചി.